കേസ് ഇതിനകത്ത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വരുന്ന ആഫ്റ്റർ മാർക്കറ്റ് മിറേഴ്സ് സെറ്റ് ചെയ്താൽ മിക്കുള്ളവരും ഫേസ് ഒരു പ്രശ്നമായിരിക്കും ഈ മിറേഴ്സ് ഒടിഞ്ഞു പോകുന്നത്. നിങ്ങൾ വേറെ വാങ്ങിച്ച് വെച്ചാലും വീണ്ടും ഇതൊക്കെ തന്നെ ആയിരിക്കും പ്രശ്നം, ഒടിഞ്ഞു പോകും. അതുകൊണ്ട് മാറ്റി വെച്ചിട്ടൊരു കാര്യമില്ല. ഇതൊരിക്കലും ഇതിൻ്റെ ക്വാളിറ്റിയിൽ വരുന്ന കുറവുകൊണ്ടല്ല ഈ ഒരു സാധനം ഓടിയുന്നത്, പക്ഷേ എൻ്റെ ഡിസൈനിൽ വരുന്ന ചെറിയൊരു ഫ്ലോ കാരണമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു മിററിൻ്റെ അകത്ത് ഇതിനൊന്ന് റീഎൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റീൽ പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ബ്രേക്ക് ആവാത്തത്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഇത് ബ്രേക്കും ആവുന്നത്. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഇത് ബ്രേക്ക് ആവാതിരിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്ന ഒരു ഫംഗ്ഷനാണ് ആ ഒരു സ്റ്റീൽ പ്ലേറ്റ്. പക്ഷേ ആ ഒരു കാരണം കൊണ്ടാണ് ഇത് ബ്രേക്ക് ആവുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സ്റ്റീൽ പ്ലേറ്റിൻ്റെ ലെന്ത് ഏകദേശം ഈ ഒരു സ്പോട്ട് വരെ മാത്രമേ വരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, ഈ ഒരു പാർട്ട് നല്ല സ്ട്രോങ്ങും ഈ ഒരു പാർട്ട് വീക്കും ആയിരിക്കും. അപ്പോൾ രണ്ട് സ്ഥലത്തും അഫക്റ്റ് ചെയ്യുന്ന വൈബ്രേഷൻസിൻ്റെയൊക്കെ ലെവൽ വേറെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ കൊണ്ട് ബ്രേക്ക് ആവും. ആ ഒരു സെയിം സ്പോട്ടിൽ എൻ്റെ ഈ മിററും അപ്പുറത്തെ മിററും ബ്രേക്ക് ആയിട്ടുണ്ട്. അത് ഫസ്റ്റ് ടൈം ബ്രേക്ക് ആയി ഒട്ടിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഇതും ബ്രേക്കായി. ഞാൻ മാറ്റി വെച്ചാലും ഇതൊക്കെ തന്നെയാണ് കാര്യം. അതുകൊണ്ട് ഞാൻ പുതിയത് വാങ്ങിക്കാൻ വേണ്ടി നിന്നില്ല, ജസ്റ്റ് ഒട്ടിച്ച് വെച്ചതേ ഉള്ളൂ. ഈ ഒരു മിറർ ഇപ്പോൾ ഒട്ടിച്ചിരിക്കുന്നെങ്കിലും ഇത് വീണ്ടും ബ്രേക്കാവും, അതെനിക്ക് ഷുവറാണ്. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ മിറർ ചെയ്തേക്കുന്ന ഒരു കാര്യം കാണിച്ചു തരാം. ഈ ഒരു സ്പോട്ടിൽ വെച്ചായിരിക്കും ഇത് ബ്രേക്ക് ആവുന്നത്. പിന്നെ ഇവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റും ഉണ്ട്. ഞാൻ ചെയ്ത കാര്യമെന്ന് വെച്ചാൽ രണ്ട് സൈക്കിൾ കാമ്പ് രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ കൂടെ ഹോൾ വിട്ട് ഇവിടെയും കണക്ട് ചെയ്തു, താഴത്തെ ആ മൗണ്ടിലും കണക്ട് ചെയ്ത് ഇതിനൊന്ന് റീഎൻഫോഴ്സ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഒരിക്കലും ബ്രേക്ക് ആവില്ല. ഇപ്പം തന്നെ ഇതിൻ്റെ കേസിലാണെങ്കിൽ ഈ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഈ ഒരു നട്ട് കൊടുത്തേക്കുന്നതിൻ്റെ അകത്ത് വരെ എത്തിയിരുന്നെങ്കിൽ അത് ഒരു കാരണവശാലും ബ്രേക്ക് ആവില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഡിസൈനിൽ വന്ന ഫ്ലൗ ഞാനായിട്ട് എൻ്റെ രീതിയിൽ ശരിയാക്കിയിട്ടുണ്ട്. പക്ഷേ ചെറിയ രീതിക്ക് ലുക്കിനെ ഒന്ന് ബാധിക്കും. അത് ഞാൻ പെയിൻറ്റ് ചെയ്തുകൊണ്ട് വലിയ രീതിക്ക് അറിയത്തൊന്നുമില്ല. അത്രയും ചോദ്യം നോക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ വണ്ടിയിൽ ഞാൻ ഇതിൻ്റെ ഒരു സ്ട്രെങ്ത് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇതിൽ ഞാൻ ഒരു ടാപ്പ് ചെയ്യുന്നതിലേക്ക് ചെറിയ രീതിക്കുള്ള വൈബ്രേഷൻ കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അത് തന്നെ ഇപ്പുറത്ത് റീഎൻഫോഴ്സ് ചെയ്യാത്തതിലാണെങ്കിൽ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെനിക്ക് മിററൊക്കെ ബ്രേക്കായിട്ട് പുതിയതൊക്കെ വാങ്ങിക്കാൻ നിൽക്കുകയെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് വീഡിയോ അയച്ചു കൊടുത്തേക്ക്. ചില സമയത്ത് കമ്പനി ചെയ്യുന്നതിനെക്കാട്ടി കിടലായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. കാരണം അവരിത് ഒരുപാട് നാൾ ഫീൽഡിലൊന്നും ടെസ്റ്റൊന്നും ചെയ്യാറൊന്നുമില്ല. പക്ഷേ നമ്മൾ ഓടിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ആ ഒരു കാര്യം വെച്ച് നമുക്ക് തന്നെ നമ്മളായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ വരുത്താൻ പറ്റും. പക്ഷേ ഞാൻ ചെയ്ത ഡിസൈനിലും ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് ഇൻഡിക്കേറ്റർ വരുന്ന കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒയർ ഈ ഒരു ഭാഗത്തൂടെ ആയിരിക്കും പോകുന്നത്. ഇതിൽ ഒരു ഹോൾ അടിക്കുന്ന സമയത്ത് ആ ഒയർ കട്ടാവും. അത് വേണമെങ്കിൽ എനിക്ക് ഇനി സമയം കിട്ടുന്ന സമയത്ത് ഇവിടെ വലിയൊരു ഹോൾട്ട് ആ ഒയർന്ന് പിള്ളിയിലോട്ട് എടുത്ത് കഴിഞ്ഞാൽ ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ ചെയ്ത ഡിസൈനിലും ഫ്ലോസൊക്കെ വരും. അത് കണ്ടെത്തി കറക്റ്റായിട്ടുള്ള രീതിയിൽ മാറുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. എൻ്റെ ഇൻസ്റ്റയായിട്ട് ലിങ്ക് കാര്യങ്ങളൊക്കെ എൻ്റെ അക്കൗണ്ടിലെ ബയോയിൽ തന്നെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെയും എന്നെ ഇൻസ്റ്റയിൽ കൂടെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.